NIA-യുടെ 10-അംഗ സംഘമാണ് ഈ ഡൽഹി സ്ഫോടന കേസ് അന്വേഷിക്കുന്നത്. NIA അഡീഷണൽ DG വിജയ് സാഖറുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം പ്രധാനപ്പെട്ട ദൃശ്യം ഇന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചെങ്കോട്ടയിലെ ട്രാഫിക്കിലെ CCTV ദൃശ്യങ്ങളായിരുന്നു ഇന്ന് പുറത്തു വന്നത്. പി ബസന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വിശദമായി. ചെങ്കോട്ടയിൽ നടന്ന കാർ ബോംബ് സ്ഫോടനം ഭീകരാക്രമണം തന്നെ എന്നുള്ള വിലയിരുത്തലാണ് അന്വേഷണ ഏജൻസികൾക്കും സർക്കാരിനും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് NIA-ക്ക് കേസ് കൈമാറിക്കൊണ്ടുള്ള തീരുമാനം വന്നത്. NIA കഴിഞ്ഞ ദിവസം കേസ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാർ വാങ്ങിച്ചതിന് ശേഷം അതിന്റെ പുക പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മറ്റ് 2 പേർ കൂടി ഈ കാറിൽ കയറുന്നുണ്ട്. ഫരീദാബാദ് SP നടത്തിയ വാർത്താ സമ്മേളനത്തിലും 2 പേരുടെ കാര്യം പറയുന്നുണ്ട്. അതായത് ഒമർ മുഹമ്മദിന് പുറമെ മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ കാർ ഡൽഹിയിലേക്ക് എത്തുകയും ചെങ്കോട്ട പരിസരത്തും ഡൽഹിയിലെ പ്രധാന കേന്ദ്രങ്ങളിലുമൊക്കെ കറങ്ങി നടക്കുമ്പോൾ ഒരാൾ മാത്രമേ വാഹനത്തിലുണ്ടായിരുന്നുള്ളൂ. അത് ഡോക്ടർ ഉമർ മുഹമ്മദാണ്. അപ്പോൾ മറ്റു 2 പേർ ആരൊക്കെ എന്നുള്ളതാണ് സംശയം. പിടിയിലായ ഭീകര പ്രവർത്തകരുടെ എല്ലാ രേഖകളും ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. കോൾ ഡീറ്റെയിൽ റെക്കോർഡ്സുകൾ, ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആധാർ അടക്കമുള്ള രേഖകൾ ഇവരുടെ കൈവശമുണ്ട്. ഇവയെല്ലാം തന്നെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു. വലിയ തോതിൽ സ്ഫോടക ശേഖരം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം ജമ്മു കാശ്മീരിൽ ഇപ്പോഴും തുടരുകയാണ്. സോപ്പോറിലും കുൽഗാമിലും ഏകദേശം 30 സ്ഥലങ്ങളിലാണ് പരിശോധന നടന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുടെയും അവരുടെ സംഘടനയുടെ ഓഫീസുകളിലുമാണ് പ്രത്യേകമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പേർ കസ്റ്റഡിയിലായിട്ടുമുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഈ ഭീകരപ്രവർത്തനത്തിന് കൃത്യമായ മറുപടി നൽകും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഷിജു പട്ടവത്തിനൊപ്പം ബസന്ത്, മാതൃഭൂമി ന്യൂസ്.